വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ വ്യവസായവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കു വ്യവസായശാല ഏതാണ്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിലെ ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ആസാമിലെ ദിഗ്ബോയ്. ജാർഖണ്ഡിലെ ബൊക്കോറോയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് 1964 ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്? റഷ്യ. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50% മുതൽ 60% വരെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്? ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ ആൻഡ് ഗൾഫ് രാജ്യങ്ങൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഏതെല്ലാമാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡാറൈറ്റ് തുടങ്ങിയവ. ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ഉപദ്വീപീയ ഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്കു വ്യവസായം. ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ ഏതെല്ലാമാണ്? സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവ. സിംബം കൂടാതെ ദുർഗ് എന്നിവ ഏത് സംസ്ഥാനത്തെ ഇരുമ്പയിര് ഖനികളാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്കു ശാലകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1954. ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമായ യുറേനിയം ഖനി ഏതാണ്? ജാർഖണ്ഡിലെ ജാദുഗുഡ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? കർണാടകത്തിലെ ഭദ്രാവതിയിലുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. രാജസ്ഥാനിലെ ഖേത്രി, ഉദയ്പൂർ, മധ്യപ്രദേശിലെ മലാജ്ഖണ്ഡ്, ജാർഖണ്ഡിലെ സിംബം, ഹസാരിബാഗ് എന്നിവ ഏത് ലോഹത്തിന്റെ ഇന്ത്യയിലെ പ്രധാന ഖനികളാണ്? ചെമ്പിന്റെ. ഒഡീഷയിലെ സുന്ദർഗഡിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല 1959 ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ്? ജർമ്മനി. എപ്പോഴും ചോദിക്കാറുണ്ട് റൂർക്കേല ഏതിന്റെ സഹായത്തോടെ? ജർമ്മനിയുടെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാമാണ്? ഒഡീഷ, ജാർഖണ്ഡ്, ഗോവ, തമിഴ്നാട്, കർണാടക. ലോഹധാതുക്കളെ 2 വിഭാഗങ്ങളായി തരംതിരിക്കുന്നത് എപ്രകാരമാണ്? ഇരുമ്പിന്റെ അംശം ഉള്ളവ എന്നും ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ എന്നും. ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണം പറയുക. മാംഗനീസും ഇരുമ്പയിരും. കർണാടകത്തിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാമാണ്? ബെല്ലാരി, ചിക്കമഗളൂരു, ഷിമോഗ, ചിത്രദുർഗ തുടങ്ങിയവ. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ്? മാംഗനീസ്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന വാതക ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സായ എന്താണ് പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനം? കൽക്കരി. ലാവ സ്വർണഖനി ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗിലുള്ള ഇരുമ്പുരുക്കു ശാലയുടെ പേരെന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് 1962 ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ബ്രിട്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മഹാരാഷ്ട്ര തീരത്തെ മുംബൈ ഹൈയാണ്.
കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ് ധാതുവിൽ നിന്നും ലഭിക്കുന്ന ആണവ പ്രധാനമുള്ള ലോഹം ഏതാണ്? തോറിയം. മാംഗനീസ് ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. കർണാടകത്തിലെ പ്രസിദ്ധങ്ങളായ സ്വർണ്ണ ഖനികൾ ഏതെല്ലാം? ഹട്ടി സ്വർണ്ണഖനി, കോളാർ സ്വർണ്ണഖനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡിലെ ജാരിയ. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതെല്ലാം എന്ന് പറയുക? താരാപൂർ മഹാരാഷ്ട്ര, രാജസ്ഥാനിലെ റാവത്ത് ഭട്ട, തമിഴ്നാട്ടിലെ കൂടംകുളം കൽപ്പാക്കം, കർണാടകത്തിലെ കൈഗ, ഗുജറാത്തിലെ കാക്രപ്പാറ, ഉത്തർപ്രദേശിലെ നറോറ തുടങ്ങിയവയാണ്. 1982 സ്ഥാപിച്ച ഇസ്പത് നിഗം ലിമിറ്റഡ്, അതായത് 1982 സ്ഥാപിച്ച രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് അഥവാ വിശാഖ് സ്റ്റീൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്നിവ ഏത് സംസ്ഥാനത്തെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ്? ഒഡീഷ. അലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ പറയുക. കൽക്കരി, പെട്രോളിയം, അഭ്രം. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിൽ ഉള്ളത്? 20%. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വ്യവസായവുമായിട്ട് റിലേറ്റഡ് ആണ്. ക്ലാസ് ഇഷ്ടമായിച്ച ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.